ഹരിയ സ്റ്റുഡൻസ്, ഹരി സാറാണ്. ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലൊന്ന് ലോക്കായി. സോ ഒരു 11:30 വരെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഐ വിൽ ജോയിൻ. ഓക്കെ ഓക്കെ 11:30 വരെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കമന്റ് ചെയ്തോളൂ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ടു ഹോം. യെസ് യെസ്. അപ്പോ നമ്മളിപ്പോ ലാസ്റ്റിൽ എടുത്തത് APGP അല്ലേ? അപ്പൊ നിങ്ങൾ ഇതിന് വിൻഡോ എക്സിറ്റ് ആവണ്ട. അപ്പൊ നമ്മൾ APGP നമ്മൾ ഇക്വേഷൻസ് അല്ലെ? APGP അല്ലേ? ഒന്ന് പറഞ്ഞേ. AP പറഞ്ഞ സാറേ, GP എടുത്തിട്ടില്ല. GP എടുത്തില്ല, AP. അപ്പൊ APയിൽ എന്ത് ചെയ്യൂ? APയിൽ ആ പ്രോബ്ലംസ് ഞാനിപ്പോ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ? കുറച്ച് പ്രോബ്ലംസ്, കുറച്ചധികം പ്രോബ്ലംസ്, അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. അതാണ് നമ്മളിപ്പോ അതിൽ കൺഫ്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പലരും മടി കാരണം ചെയ്തിട്ടുണ്ടാവില്ല, ബട്ട് ഇപ്പൊ ഇരുന്ന് ചെയ്യൂ. ഞാൻ ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ ജോയിൻ ചെയ്ത് ഐ വിൽ ഡിസ്കസ് ഓൾ. ഓക്കെ, നമ്മൾ GP ഫിനിഷ് ചെയ്യും, ഇതേപോലെ GPയുടെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഞാൻ 11:30 ജോയിൻ ചെയ്യാം, നിങ്ങൾ ഫാസ്റ്റ് ആക്കൂട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടിച്ചേ. ഓക്കെ ശരി.
Okay, just on the way ആണ്, so I will join. Questions discuss ചെയ്യുന്ന നന്നായിരിക്കും. 1 minute. So please comment the first question number that we have to discuss. ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വോയിസിൽ ഒരാൾ പറയാനുണ്ടോ? കാരണം കമന്റ് ഈ മൊബൈൽ ആയതുകൊണ്ട് കമന്റ് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ വോയിസിൽ ഒരാൾ പറയാം. കമന്റ് ഒരാൾ വോയിസിൽ വരിക, കമന്റ് ഓൾ കമന്റ് ചെയ്യപ്പെടും, എല്ലാവർക്കും കാണുന്ന രീതിയിൽ കമന്റ് ചെയ്യുക. അപ്പൊ വോയിസിൽ നിൽക്കുന്ന ആൾ അത് പറയും. പേജ് നമ്പർ 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രശ്നമുണ്ടോ? ഫൈൻഡ് ദ 7th ടേം ഓഫ് എൻ AP. സാറേ പേജ് നമ്പർ 34 10th 34 പോലെ. ശരി, പേജ് നമ്പർ 34 10th ക്വസ്റ്റ്യൻ കണ്ടോ? എല്ലാരും കണ്ടോ? ഇഫ് ദ ടേം -1 + 2x, 5, 5x from an AP, then find x. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, സില്ലി ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. AP ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, AP ആണെങ്കിൽ കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? പ്ലീസ് റെസ്പോണ്ട്. ഇപ്പൊ സംസാരിച്ചാള്. അതെ. അപ്പൊ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചിട്ട് മൂന്നാമത്തെ പദത്തിൽ രണ്ടാമത്തെ പദം കുറച്ച് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ എക്സ് അങ്ങ് സോൾവ് ആവും. പോയിന്റ് മനസ്സിലായ? ട്രിക്ക് മനസ്സിലായ? അല്ല സാർ ചെയ്ത് നോക്കി, പക്ഷെ -2 ആണ് എനിക്ക് കിട്ടിയത്. ഓപ്ഷനിലോ? ഓപ്ഷനിൽ -2 ഇല്ല അല്ലെ? ബാക്കിയുള്ളവർ കമന്റ് ചെയ്ത് ആർക്കെങ്കിലും സെയിം ആർഗ്യുമെന്റ് ഉണ്ടോ? +2 കിട്ടുന്നുണ്ടോ അതോ -2 കിട്ടണ്ട സാർ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലസ് മൈനസിന്റെ കൺഫ്യൂഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് നിനക്ക്. അത് നമുക്കൊന്ന് ചെയ്തത് എന്തുകൊണ്ട് സംഭവിച്ചെന്ന് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. നോ ഇഷ്യൂ. പ്ലസ് മൈനസ് കൺഫ്യൂഷൻസ് ആണ്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യന്റെ നമ്പർ പറയാം. അടുത്ത വേണ്ട ഏത് ക്വസ്റ്റ്യൻ വെച്ചാൽ പറയാം. ഞാൻ തന്നതിൽ ഏത് ക്വസ്റ്റ്യൻ പറയാം? 34 6 ഇല്ലേ? 34 6 അല്ലെ? ഓക്കെ, 1 minute. ബാക്കിയുള്ളവരാ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. പേജ് നമ്പർ 34 പറഞ്ഞോ. -6 അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാൻ അവസരം തരാം. അപ്പൊ 34 6. വെരി ഗുഡ്. 34 6. A boy save 1 rupee to a day, 2 rupee tomorrow, 3 rupee after tomorrow. How much he can save in 12 days? ഇതൊരു കഥയാണ്. ഈ കഥയിൽ നിന്ന് നിങ്ങൾ നമ്മളെ AP ഉണ്ടാക്കണം. അപ്പൊ 1 രൂപ ഇന്ന്, 2 രൂപ നാളെ, 3 രൂപ മറ്റന്നാ പറയുമ്പോ ഇറ്റ് ഈസ് 1, 2, 3 അല്ലേ AP? അതാണോ? നേരത്തെ ഡൗട്ട് ചോദിച്ചാലൊന്ന് കമന്റ് ചെയ്യൂ. 1, 2, 3 അല്ലേ AP? അതെ. ആദ്യ പദം 1 ഉം കോമൺ ഡിഫറൻസ് 1 അല്ലേ? കോമൺ ഡിഫറൻസ് 1 അല്ലേ? അതെ സർ. അത്തരം ഒരു APയുടെ 12 പദങ്ങളുടെ തുക കണ്ടാൽ മതി, പരിപാടി കഴിഞ്ഞു. അത്തരം ഒരു APയുടെ 12 പദങ്ങളുടെ തുക കാണാം. സിമ്പിൾ ആയിട്ട് നമ്മൾ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. n × n + 1/2 അത് അപ്ലൈ ചെയ്താലും മതി അല്ലെ? നാച്ചുറൽ നമ്പേഴ്സിന് സെപ്പറേറ്റ് വേറെ ഇക്വേഷൻ അത് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നാച്ചുറൽ നമ്പേഴ്സിന് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ നമ്മുടെ സമ്മനെ ഉപയോഗിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഡൗട്ട്. സർ 5th one സെയിം ഇല്ലല്ലേ? അതെ. If the terms of an AP series is added or subtracted by a constant number, then the resultants will be in what series? അതിൽ ഓപ്ഷൻ AD എന്നല്ല കേട്ടോ, AP എന്നാണ് കേട്ടോ.
ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു AP എഴുതി വെക്കാം. 4,6,8,10 ഒരു AP എഴുതി വെക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾ 2 കുറക്കുക. 2 കുറച്ചാൽ എന്ത് തന്നെ വരിക? 2,4,6,8. അതിനോട് നിങ്ങൾ 2 കൂട്ടുക. അപ്പൊ എന്താ വരിക? അപ്പോഴും ഒരു സീരീസ് വരും. അതെന്തായിരിക്കും? 6,8,10,12. അപ്പൊ എന്താ മനസ്സിലായത്? ഒരു APയോട് കൂടെ ഒരു കോൺസ്റ്റന്റ് ടൈം കൂട്ടിയാലും കുറച്ചാലും കിട്ടാൻ പോകുന്ന സാധനം എന്ത് തന്നെ ആയിരിക്കും? ഇത് തന്നെ ആയിരിക്കും. AP തന്നെ ആയിരിക്കും. വെരി സിമ്പിൾ. അപ്പൊ ഓപ്ഷൻ തിരുത്തു. അത് AD എന്ന് മാറ്റി AP എന്ന്. പിന്നെ 35 25. 25 പേജ് നമ്പർ 35 25. 35 20. Sum of a number of the AP. If number of 3 numbers of AP is 80, but it's a variety question. അത് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടില്ല എന്ന് ഉറപ്പിച്ച് മനഃപൂർവ്വം ക്വസ്റ്റൻ ആണ്. എനിക്കറിയാം നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാറേ ഇപ്പൊ സോൾവ് ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 35 5 6 7 വരും. ഏതാ? 5 6 7 5 6 7 18 ടു മിഡിൽ ടേം 6. 25ന്റെ ആൻസറാ പറഞ്ഞു. 25th അതന്നെ സാറേ. ഏതാ ആൻസർ? ആയാലും ഓപ്ഷൻ ഏതാ ആൻസർ? ഓപ്ഷൻ 1 അതെന്താ ട്രിക്ക് എന്ന് വെച്ചാല് ഒരു ഡാറ്റയും തന്നിട്ടില്ല. ഉണ്ടോ? എന്തെങ്കിലും ഡാറ്റ ഉണ്ടായില്ല. ആദ്യപദ ഇല്ല, കോമൺ ഡിഫറൻസ് ഇല്ല, അല്ലേ? എന്റെ ശബ്ദം ഒന്ന് ലേഖടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ശരിയാ. റെഡി? റെഡി? ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? സാറേ ഓക്കെ. അപ്പോ ആദ്യപദ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ഫസ്റ്റ് ടേം A മൈനസ് D എഴുതി നോക്കല്ലേ? ഫസ്റ്റ് ടേം A മൈനസ് D എഴുതിയോ? ഫസ്റ്റ് ടേം A മൈനസ് D ആണ്. സെക്കൻഡ് ടേം A ആണ്. തേർഡ് ടേം A പ്ലസ് D ആണ്. എഴുതി വെച്ചോ. ഫസ്റ്റ് ടേം A മൈനസ് D, സെക്കൻഡ് ടേം A, തേർഡ് ടേം A പ്ലസ് D. ശരിയല്ലേ? A മൈനസ് ഡിയോട് കൂടെ D കൂട്ടിയാൽ A കിട്ടി. ആ എയോട് കൂടെ വീണ്ടും D കൂട്ടിയാൽ A പ്ലസ് D കിട്ടി. AP അല്ലേ? പ്ലീസ് കമന്റ് വോയിസ്. AP അല്ലേ? സാറേ ഒന്നുകൂടി പറയോ? ഫസ്റ്റ് ടേം A മൈനസ് D, ഓക്കെ. സെക്കൻഡ് ടേം A, തേർഡ് ടേം A പ്ലസ് D. അങ്ങനെ നിരത്തി എഴുതിക്കോ. A മൈനസ് D, A പ്ലസ് D. എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു അതൊക്കെ പിന്നെ പറയാം. ഇത് AP ആണ് നിങ്ങൾ സമ്മതിക്കണം. AP ആണ് നിങ്ങൾ സമ്മതിച്ചാൽ മാത്രം. AP അല്ലേ? പക്ഷെ എന്തിനു സാർ A മൈനസ് D എടുത്തു? അത് പിന്നെ പറയാം. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എടുത്തു. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. ഇനി എന്താ ആദ്യം പറയണേ? If sum of 3 numbers of AP is 50, അതിന്റെ സമ്മ് 15 ആണ്. സമ്മ് 15 എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പണി ചെയ്യും. ആ മൂന്നും കൂടെ കൂട്ട്. A മൈനസ് D പ്ലസ് A പ്ലസ് A പ്ലസ് D. സിമ്പിൾ ആയിട്ട് ഡിയും ഡിയും ക്യാൻസൽ ആയി പോകും. 3A ഈക്വൽ ടു 15 എന്ന് വരും. 3A ഈക്വൽ ടു 15. 3A ഈക്വൽ ടു 15. നമ്മള് 15 അല്ല 18 അല്ലേ? നമ്മൾ 25 ഡിസ്കസ് ചെയ്യും. 15. A ഈക്വൽ ടു 15. അപ്പോൾ A ഈക്വൽ ടു എന്താ? A ഈക്വൽ ടു 16. 3. അപ്പൊ എത്ര വരും? 6. അപ്പൊ ചോദിക്കട്ടെ, ഈ കിട്ടിയ A ഫസ്റ്റ് ടൈം ആണോ? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. A കിട്ടുള്ളൂ. നോർമലി നമ്മൾ സംബന്ധിച്ചത് A ഫസ്റ്റ് ടൈമാ. പക്ഷെ നമ്മൾ എഴുതിയ സ്പെഷ്യൽ എക്സാമ്പിൾ A ഫസ്റ്റ് ടൈം ആണോ?
അല്ല എ മിഡിൽ ടൈം. അപ്പൊ ലോകത്ത് ഒരാൾക്കും ഫസ്റ്റ് ടൈം പറയാൻ കഴിയില്ല. കോമൺ ഡിഫറൻസ് അറിയാത്തോടത്തോളം കാലം ലോകത്ത് ഒരാൾക്കും ഫസ്റ്റ് ടൈം പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് മിഡിൽ ടൈം പറയാൻ കഴിയും. ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. ഈ ചാപ്റ്ററിലെ എക്സാമിന് വരാറുണ്ട് പലപ്പോഴും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം എ മൈനസ് ഡി, സെക്കൻഡ് ടേം എ, തേർഡ് ടേം എ പ്ലസ് ഡി. അപ്പൊ സെക്കൻഡ് ടേമിനെ എ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടേമിനെ എ മൈനസ് ഡി എന്ന് എടുത്തത്. ആ ലോജിക്ക് മനസ്സിലായോ? ഡി ക്യാൻസൽ ചെയ്ത് പോകണം. അതിനാണ് ഞാൻ അങ്ങനെ എഴുതിയത്. കൂട്ടുന്ന സമയത്ത് ഡി ഉണ്ടായ പിന്നെ സോൾവ് ആവില്ല. ഒരു ലോകത്തൊരാൾക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം 2 അൺനോൺ ഉണ്ട്. എയും ഡിയും കാണണം. ഒരു ഇക്വേഷൻ മാത്രമേ കയ്യിലുള്ളൂ. ലോകത്താർക്കും സാധ്യമല്ല അത് സോൾവ് ചെയ്യാൻ. ബട്ട് ഈ കൂട്ടുന്ന സമയത്ത് ഡി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയാലോ, പിന്നെ എ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലോട്ട് മാറും. അതിനാണ് അങ്ങനെ മൈനസ് ഡിയും പ്ലസ് ഡി ഒക്കെ ഇട്ട് കളിച്ചത്. ഇസ് എ പോയിന്റ് ക്ലിയർ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ എഴുതി കാണിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് within 10 minutes, 10 to 15 minutes, I will join with my iPad. Okay. അപ്പോൾ വീട്ടിലെത്തും. ഞാനിപ്പോ കാറിൽ ഡ്രൈവ് ചെയ്യാണ്. ബട്ട് ഡിസ്കസിങ് ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം അങ്ങനെയാണ്. വളരെ സിമ്പിൾ അല്ലേ? പിന്നെ സാറേ ആ 36-ല് 32. 36-ല് 32. You serve 1 paisa today. Two paisa tomorrow and 3 paisa after tomorrow. How much you save in 1 year? 1 year equal to 365. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. AP ലാഗ് വരുന്നില്ല സാറേ, കേൾക്കണില്ല. പദങ്ങൾ ഓക്കെയാണോ? സൗണ്ട് ഓക്കെയാണോ? ഒന്നും കേട്ടില്ല സാറേ. ഇപ്പൊ ഓക്കെയാണോ? ശബ്ദം ഓക്കെയാണോ? ഇപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ശബ്ദം ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇന്ന് 1 രൂപ എടുത്തു, 1 പൈസ എടുത്തു വെച്ചു. നാളെ 2 പൈസ എടുത്തു വെച്ചു. മറ്റൊന്ന് 3 പൈസ എടുത്തു വെച്ചു. അങ്ങനെ 1 കൊല്ലം എടുത്തു വെച്ചു. എത്ര പൈസ ഉണ്ടാവും കയ്യിൽ? വളരെ സിമ്പിൾ അല്ലേ? AP എഴുതിയിട്ടായാലും 360, 1 കൊല്ലം 365 ദിവസം എന്ന് പറഞ്ഞാൽ 365 കൊടുത്ത് 365 പദങ്ങളുടെ സമ്മതം ഉണ്ടാവുമല്ലേ? കാണുമ്പോ ഓപ്ഷനിലുള്ള ഉത്തരം കിട്ടുന്നില്ല. അതിന് ഓപ്ഷൻ ബി കിട്ടുന്നുണ്ട്. പക്ഷെ പോയിന്റ് എങ്ങനെയാണ് വന്നത്? പോയിന്റ് വരുന്നില്ല. പോയിന്റ് അതെന്താവും കാര്യം എന്നറിയോ? നിങ്ങളൊരു പക്ഷേ അത് റുപ്പീസിലായിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക. പൈസ ആയോണ്ടാവോ പോയിന്റ് വന്നിട്ടുണ്ടോ? അതായത് കിട്ടിയ ആൻസർ 100 കൊണ്ട് അടിച്ചു നോക്കെ. അപ്പൊ കിട്ടും. പക്ഷെ അതെന്താ ചെയ്യാൻ കാരണം? 100 പൈസ എന്ന് പറഞ്ഞാൽ 1 രൂപയല്ലേ? അതെ അതെ. നമുക്ക് കിട്ടുന്ന ആൻസർ പൈസയിലല്ല. അപ്പൊ നമ്മൾ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യണ്ട. അപ്പൊ കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് അടിച്ചാലല്ലേ രൂപയിലോട്ട് കൺവേർട്ട് ആവും. മനസ്സിലായോ? അപ്പൊ എന്റെ കയ്യിൽ 1000 പൈസ, എന്റെ കയ്യിൽ 1000 പൈസ ഉണ്ട്. റെഡിക്ക് 1000 ഡിവൈഡ് ബൈ 100. എന്റെ കയ്യിലുള്ളത് 100 രൂപയാണ്. നിങ്ങൾ പറയാം 1000 പൈസ രൂപയുടെ നമ്മൾ ചോദിക്കലോട്ടെ പറ്റില്ല. കിട്ടി മനസ്സിലായി. സാറേ ലാഗാണ് സാറേ. ഒന്ന് കേൾക്കാം ചേട്ടാ.
ഓക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണം. ആണ് സാറേ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ പൈസയിലാണ് കിട്ടുക, പക്ഷെ ആൻസർ പറഞ്ഞിരിക്കുന്ന രൂപയിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കിട്ടിയ ആൻസറിന് 100 കൊണ്ടായിരിക്കണം. കാരണം 100 പൈസയല്ലേ 1 രൂപ. പോയിന്റ് മനസ്സിലായ? ഇനി മനസ്സിലായിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയണം. ഞാൻ നിങ്ങളോട് പറയാം, എന്റെ കയ്യിൽ 100 പൈസ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ 100 പൈസ, നിങ്ങൾ ചോദിക്കുക എത്ര റുപ്യാണത്? അതറിയാൻ വേണ്ടി അതിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100/100 1 രൂപ. അത് ഞാൻ നിങ്ങളോട് 1000 പൈസ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക 1000 പൈസ എത്രയാണത് നിങ്ങൾ ചോദിച്ചു. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 1000 എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. സംഭവം 10 റുപ്യ ഉള്ളു എന്റെ കയ്യിൽ. ഓക്കെ, ഇസ് ദ പോയിന്റ് ക്ലിയർ? ഓക്കെ സാർ. Okay, so come to the next doubt. എല്ലാവർക്കും ചോദിക്കാട്ടോ, ഓരോരുത്തരുടെ ഡൗട്ട് ഓരോരുത്തർ ചോദിച്ചോളൂ. ഇനി എല്ലാവരും ചോദിച്ചു എല്ലാ ക്വസ്റ്റ്യൻ പറയേണ്ടി വന്നാൽ നോ ഇഷ്യൂ. 31 പറഞ്ഞിട്ട് സാറേ. 31 ഇതേ പേജ് നമ്പർ 31 അല്ലേ? എന്റെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ? The first term in AP is -4. The first and last term in AP is -4 and 46. The sum 71,071. Find number of terms. ഇത് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഏത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ള ഇക്വേഷൻ അല്ലേ? Sn is equal to n/2 into a plus l. D ഇല്ലാത്ത ഇക്വേഷൻ, കോമൺ ഡിഫറൻസ് ഇല്ലാത്ത ഇക്വേഷൻ. ആ ഇക്വേഷനിൽ n അറിയില്ല, പക്ഷെ Sn അറിയാം. Sn എത്രയാ? Sn equal to n/2 into a plus l എന്നല്ല അതിൽ Sn. അപ്പൊ ഇങ്ങനെ എഴുതണം സ്റ്റേറ്റ്മെന്റ്. 7171 is equal to n/2 into -4 plus 146. അങ്ങനെ ചെയ്താൽ അതിൽ അറിയാത്തത് എന്ന് മാത്രമേ ഉള്ളൂ. സമത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ n സോൾവ് ആവും. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാൽ സോൾവ് ആവണില്ലെങ്കിൽ പറയും. ആർക്കെങ്കിലും കിട്ടിയോ അതിന്റെ ആൻസർ? സാറേ 101 വരും. യെസ്, വെരി ഗുഡ്. അപ്പൊ ഒന്ന് ചെയ്ത എല്ലാവരും. APGP ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഒന്നല്ല, രണ്ടെണ്ണമൊക്കെ എക്സ്പെക്ട് ചെയ്യാനും കഴിയും. നമ്മളെ ചതിക്കാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം നമ്മൾ എല്ലാ ലെവലും ചെയ്യുന്ന നമ്മളെ ചതിക്കാത്തൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എപ്പിന്ന് വരാം. ഇരുപത്തെട്ടില് 3. ഇരുപത്തെട്ടില് 3 വിച്ച് ടേം ഓഫ് AP ഈസ് 19 അത് ആ ക്വസ്റ്റ്യൻ ടഫായിട്ട് ഫീൽ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യന്റെ രൂപം കാരണം എല്ലാത്തിനും ബൈ റൂട്ട് 7. നിങ്ങൾ പേടിക്കാതെ ചെയ്ത് നോക്കി. ഫസ്റ്റ് ടേം 3/√7. 4/√7 - 3/√7. കോമൺ ഡിഫറൻസ് 1/√7 അല്ലേ? സംശയം ചോദിച്ചാലൊന്ന് റെസ്പോണ്ട് ചെയ്യും. ഫസ്റ്റ് ടേം 3/√7. കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം കുറച്ചാ പോരെ? 4/√7 - 3/√7 ആൻസർ 1/√7. എന്നിട്ട് ചോദ്യം 17/√7 എത്രാമത്തെ പദാന്നല്ലേ ചോദ്യം? എത്രാമത്തെ ടൈമാന്നല്ലേ ചോദ്യം? അപ്പൊ nth ടൈമിന്റെ ഇക്വേഷൻ എടുക്കുക. Tn is equal to a plus n minus 1. എന്നോട് പറയാം, nth ടൈമിന്റെ ഇക്വേഷൻ എടുക്കുക. Tn is equal to a plus n minus 1 into d. അതിൽ tn-ന് 17/√7 കൊടുക്കുക. എയുടെ സ്ഥാനത്ത് a കൊടുക്കുക. n ആണ് കണ്ടുപിടിക്കേണ്ടത്. n-ന് n-1 എന്ന് തന്നെ എഴുതുക. d-ക്ക് 1/√7 കൊടുക്കുക. ആ ഇക്വേഷൻ അറിയാത്തതായിട്ട് n മാത്രമേ ഉള്ളൂ. യു ക്യാൻ സോൾവ് ഇറ്റ്. സമത്തിന്റെ അപ്പുറത്തോട്ട് ഒന്ന് കൊണ്ടുപോകേണ്ടി വരും.
ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ. ആർക്കെങ്കിലും കിട്ടിയൊരു റെസ്പോണ്ട് ചെയ്യൂ, കിട്ടിയൊരു ആൻസർ പറയൂ. 15th ടേം അല്ലേ? എത്രയാ? 15. 15 ആണോ? ഓക്കെ 15. അത് 15 ആണോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. സാറേ 34 10 പറഞ്ഞോ. 34 10 ഇതല്ലേ ഈ കാണുന്ന 10 അല്ലേ? അല്ലേ ചോദിച്ചാള്? അതന്നെയാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എങ്കിൽ പോലും എന്റെ സ്റ്റെപ്പ് ഞാനൊന്ന് പറയാം. അത്രേ എഴുതുന്നുള്ളൂ. അതായത് AP ആണെന്ന് അവർ പറയുന്നു. AP ആണ് അവർ പറയുന്നെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ രണ്ടിന്റെയും ഡിഫറൻസ് എടുത്താൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറക്കുക, തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറക്കുക, അത് രണ്ട് ഈക്വൽ ആവും. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് വേണമെങ്കിൽ പറഞ്ഞുതരാം. APക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എഴുതി വെച്ചോ. B = A+C/2 ആണ്. ഏതൊരു AP ലോകത്തുണ്ടോ അതെടുത്തോ. B = A+C/2. അതാണ് നമ്മുടെ സൂപ്പർ. ഞാൻ മനസ്സിലായ? ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം. ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ആണ്. If A, B, C are in AP, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ശരി. അപ്പൊ എഴുതി വെച്ചോ. ഇഫ് A, B, C are in AP, B = A+C/2. ശരിയാ? എഴുതി സാറേ. അപ്പോ ഇതില് B ആരാ? 5 അല്ലേ? ഇതില് B ആരാ? 5 അല്ലേ? A1 - 1 + 2x ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്ക്. അതായത് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ടേം തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ടായിരിക്കും, എന്നിട്ട് അത് 5 പറയാം. അപ്പൊ X സോൾവ് ആവും. ഞാൻ ചെയ്ത് കാണിക്കാം. ദാറ്റ്സ് ബെസ്റ്റ്. കൺഫ്യൂഷൻ മാറാൻ ഞാൻ ചെയ്ത് കാണിക്കാം. കുറച്ചേരം വിളിക്കാൻ പോകും. ഞാൻ തിരക്കി വിട്ടു. മനസ്സിലായവർ ചെയ്ത് നോക്ക്, മനസ്സിലാവാത്തവർക്ക് കൊണ്ട് ഞാനൊന്ന് ചെയ്യും. ഇവിടെ നിന്ന് മാറ്റോ തൻ്റെ മോമലെ
ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി എഴുതി കാണിക്കാം. അപ്പൊ എന്തായാലും ഇത്ര നേരം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് സോറി. ഞാൻ എൻ്റെ ടൈം പ്ലാനിങ് ഒക്കെ തെറ്റി. കോടതിയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ കഴിഞ്ഞ് ഒരു 11:30 എത്താമെന്ന് വിചാരിച്ചു. പക്ഷെ 11:30 എന്ത് ചെയ്തു, ഓൺ ദ വേ ആയിപ്പോയി. ഓൺ ദ വേ. പിന്നെ മാത്സ് ആണല്ലോ, പ്രോബ്ലം ആണല്ലോ, ഇതുപോലെ മാനേജ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഞാൻ നിങ്ങളുടെ ശബ്ദമൊക്കെ മ്യൂട്ട് ചെയ്തിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കും. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? ദാറ്റ്സ് മൈ ഫസ്റ്റ് ഡൗട്ട്. സ്ക്രീൻ കാണുന്നില്ലേ? നോ എന്നാണ് മറുപടി. അതെന്തോ ഒരു ഇഷ്യൂ. ഇപ്പൊ ഓക്കെ. അതോടൊരു ഓക്കെ. ഇനിയുള്ള ചാപ്റ്റേഴ്സ് നല്ല രസമാട്ടോ. ഓക്കെ, രസകരമായ ചാപ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. എനിവേ, യെസ്, റീച്ച്ഡ് ഹിയർ. നമ്മുടെ ഇതിലോട്ട് നമ്മൾ എത്തി. 10ാമത്തെ ക്വസ്റ്റ്യനാണ് പ്രധാനമായിട്ടും. സ്ക്രീൻ വന്നോ? എനിക്കിപ്പോഴും വന്നില്ല. വന്നിട്ടില്ല, അത് ഒരു ലാഗ് ഉണ്ട്. ശരി. ശരി, എവറിത്തിങ് ഓക്കെ. സോ ഞാൻ ചെയ്യട്ടെ. ഒരു സിമ്പിൾ ഞാൻ നിങ്ങൾ ടീച്ച് ചെയ്തു. ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ എ പി, ലോകത്ത് ഏത് എ പിക്കും ട്രൂ ആവുന്നൊരു കാര്യമുണ്ട്. ബി ഈക്വൽ ടു എ പ്ലസ് സി. കുറച്ച് ഞാൻ പഠിപ്പിക്കേണ്ടതാ അത്. ദിസ് ഈസ് കോൾഡ് അരിത്മെറ്റിക് മീൻ. എഴുതി വെച്ചോ, ഇനി വേറെ പറയുന്നില്ല. ദിസ് ഈസ് കോൾഡ് അരിത്മെറ്റിക് മീൻ. ആരാണ് അരിത്മെറ്റിക് മീൻ? ബി ആണ് അരിത്മെറ്റിക് മീൻ. ഹെഡിങ് കൊടുത്തു, അരിത്മെറ്റിക് മീൻ. ഓക്കെ, ഇനി എല്ലാ മെസ്സേജിലൂടെ കേട്ടാ. ബി ആണ് അരിത്മെറ്റിക് മീൻ. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. 5 is equal to എ പ്ലസ് സി എന്നല്ലേ, മൈനസ് 2x പ്ലസ് 5 പ്ലസ് x divided by 2. This become 3x plus 4 by 2 is equal to 5. That's become 3x plus 4 is equal to, ഈ 2 കൊണ്ട് 2 × 5 എന്താവും? 10 ആവും. അപ്പൊ 3x is equal to 10 മൈനസ് 4 എത്രയാവും? 6 ആവും. 3x അല്ലേ? അപ്പൊ x equal to എന്താവും? 6 by 3 is equal to എന്താവും? 2 ആവും. Is the 2 right answer? Comment please. Everyone comment please. Is the 2 right answer? Is the 2 is the right answer?
യെസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തോളൂ. പേജ് നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ ഒരുമിച്ച് അടിക്കുക. പേജ് നമ്പർ കോമ ക്വസ്റ്റ്യൻ നമ്പർ അടിക്കുക. അങ്ങനെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് മനസ്സിലാവും. ആദ്യം പേജ് നമ്പർ അടിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ അടിക്കുക. ദെൻ ഐ വിൽ ഡു ഇറ്റ്. ആർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നോ പ്രോബ്ലം. നമുക്ക് മനസ്സിലായ സിമ്പിൾ സാധനം വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാ. പേജ് നമ്പർ അടിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ അടിക്കുക. ഐ വിൽ സോൾവ് ഇറ്റ്. സിമ്പിൾ അല്ലേ എ പി ഒന്ന് മെനക്കെട്ട സിമ്പിൾ ആണ്. നോ ഇഷ്യൂ ഇൻ ദാറ്റ്. ഓക്കെ, GP കൂടെ പഠിച്ച ഫുള്ള് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ ആയി, വെരി ഗുഡ്. സൽമാൻ ക്ലിയർ. എ പി പെട്ടെന്ന് ക്ലിയർ ആവും. എ പി അത്ര നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചാപ്റ്റർ ഒന്നുമില്ല. അത് അതിന്റെ ആ ഒരു വകുപ്പും ക്ലിയർ. അതായത് എയും ഡിയും അല്ലെ, എ ഉണ്ടോ ഡി ഉണ്ടോ, ഏത് ചോദ്യത്തിന് മറുപടി ഉണ്ട്. എന്താ പ്രശ്നം? ക്വസ്റ്റ്യൻ എയും ഉണ്ടാവില്ല ഡിയും ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലേ, എയും ഇല്ല ഡിയും ഇല്ല, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്തേ? A-D A+D എന്നുള്ളൊരു ടെക്നിക്കൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ അത് സോൾവ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ. എയും ഡിയും ഉണ്ടാക്കുക, എയും ഡിയും ഉണ്ടാക്കിയ എല്ലാം ഉണ്ടാവും. ഇനി ആർക്കും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡൗട്ട് ഇല്ല. അപ്പൊ യു ആർ ബിൽഡിംഗ്, നിങ്ങൾ നന്നായി വർക്ക്ഔട്ട് ചെയ്തു എന്ന് അർത്ഥം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എന്നാ ഞാൻ 31 ഒന്നുകൂടെ പറയും. 31 ഏത് പേജ് നമ്പർ ഏതിലാ? അത് പറഞ്ഞില്ല. പേജ് നമ്പർ ഏതിലാണ് 31? അതൊന്നുകൂടെ പറയുന്നത് നല്ലതാ. ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ശരി, ഇതല്ല ഈ 31 അല്ല, പേജ് നമ്പർ 36 31. അതെ, കറക്റ്റ് ആണ്. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം. The first term on AP is -4. First term and last term on AP is -4 and 46. Sum is 771. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡ് സഞ്ചരിക്കേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, സം അഥവാ SN. അപ്പൊ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം, ഇത് നമ്മുടെ n/2 × 2a + n-1 × d ഇക്വേഷൻ അല്ലല്ലോ. സാറ് വേറൊരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. SN is equal to n/2 × a+l സാറ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതായിരിക്കുമല്ലോ ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. SN എത്രയാ? സം ഓഫ് n ടേംസ് എത്രയാ? 71. n അറിയോ? n ആണല്ലോ കണ്ടുപിടിക്കണ്ടേ. a എത്രയാ? -4. l എത്രയാ? 146. പറയൂ, എന്താ സംഭവിക്കുക? 71 is equal to n/2 × 142. വെട്ടി പോകുമ്പോ എത്ര വരുമോ? 142നെ 2 കൊണ്ട് ഹരിച്ച എത്രയാണെന്ന് കമന്റ് ചെയ്തേ. 142നെ 2 കൊണ്ട് ഹരിച്ച എത്ര വരുമെന്ന് കമന്റ് ചെയ്തു. കമന്റ് ചെയ്യും. 71. ഓക്കെ, പിന്നെ സിമ്പിൾ ആയില്ലേ. 71 n 71 is equal to 71. n is equal to 71 ഡിവൈഡഡ് ബൈ 71. 71 വെട്ടിക്കളഞ്ഞിട്ട് ആൻസർ 71 ആണോ? ചിലവർക്ക് എക്സാം ഹോളിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും. അങ്ങനെയാണോ? 71 വെട്ടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ വെട്ടരുതിട്ടാ. ചിലർ ആവേശത്തിലൊക്കെ വെട്ടും. സോ 71 ഡിവൈഡ് ബൈ 71. ആൻസർ ഈസ് 101. ആര് 71 വെട്ടിക്കളയരുത്. ഓക്കെ, so answer is 101. Very good, very good. Any other question? Page number and question number, please. Page number and question number, please. Waiting for your message. If any questions, if ഡൗട്ടുകളൊന്നുമില്ലെങ്കിൽ ഞാൻ GP-ലോട്ട് പോകും. അത്രേ ഉള്ളൂ. ഡൗട്ട് ഉണ്ട്, GP കൂടെ പഠിപ്പിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് സുഖമായി. പിന്നെ ഒന്നും നോക്കാൻ ഞങ്ങൾക്ക് ചാപ്റ്റർ മൊത്തം നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയുള്ള ഫൗണ്ടേഷൻ മാത്സ് കൺസെപ്റ്റ് പഠിപ്പിച്ച സാധനം കഴിയും. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു ഇല്ലല്ലോ. ഓക്കെ, പേജ് നമ്പർ 34 12th ക്വസ്റ്റ്യൻ. 34 12th ക്വസ്റ്റ്യൻ. ശരി, ഫൈൻഡ് ദി 8th term of the series. അത് GP ആണ്. അതാ കിട്ടാത്ത കേട്ടോ. ഇറ്റ്സ് GP. ഓക്കെ, ഇറ്റ്സ് നോട്ട് AP. അതെങ്ങനെ മനസ്സിലായി? അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ GP ഡിസ്കസ് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. സിനാൻ കാര്യം മനസ്സിലായോ? ഇറ്റ്സ് GP, ഇറ്റ്സ് നോട്ട് അവർ AP. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ അറിയാന്ന് അർത്ഥം. ഇപ്പൊ പഠിപ്പിക്കാത്ത മാത്രമേ സിനാൻ അറിയാത്തുള്ളൂ അല്ലെ സിനാൻ? വെരി ഗുഡ്. ഹെഡിങ് എഴുതി വെച്ചോ. GP എഴുതി വെക്ക്. GP അങ്ങനെയല്ല. GP എന്താണ്? GP 2, 4, 8,
16, 32. ഇത് ജി പി ആ. ഇതെങ്ങനെ ജി പി എന്ന് മനസ്സിലായി? ഇതെനിക്ക് ജി പി എന്ന് മനസ്സിലാവുന്ന എങ്ങനെയാ? ഞാൻ 4-ൽ നിന്ന് 2 കുറച്ചു, 2. 8-ൽ നിന്ന് 4 കുറച്ചു, 4. 2 ഈക്വൽ ആണോ? 2 ഈക്വൽ അല്ല. അപ്പൊ എ പി അല്ല. നോ ഡൗട്ട് ഇൻ ദിസ്. ഇത് എ പി അല്ല. ഇത് എ പി അല്ല. അത് മനസ്സിലായ? എ പി അല്ല എന്ന് മനസ്സിലായ? ജി പി ആണോ എന്ന് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? എ പി അല്ല എന്ന് മനസ്സിലായ? സെക്കൻഡ് പദത്തിൽ നിന്ന് ഫസ്റ്റ് പദം കുറച്ചു, തേർഡ് പദത്തിൽ നിന്ന് സെക്കൻഡ് പദം കുറച്ചു. ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് നോട്ട് എ പി. ഇങ്ങനെ തന്നെയാണ് എ പി അല്ല എന്ന് ഉറപ്പിക്കാമിന്. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ജി പി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം സാറ് ജി പിയുടെ ക്വസ്റ്റൻ ആയിട്ട് പോകും. എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പറിൽ കാണുമ്പോൾ എ പി ആണോ ജി പി ആണോ എന്ന് ആർക്കറിയാം? നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കണം. അപ്പൊ ഏതൊരു ക്വസ്റ്റൻ ഈ ചാപ്റ്ററിന് കിട്ടി ആദ്യം നോക്കേണ്ടത് എ പി ആണോ ജി പി ആണോ എന്ന്. കാരണം സാറ് പഠിപ്പിക്കുമ്പോൾ എല്ലാം എ പി ഇടുക, സാറ് പഠിപ്പിക്കുമ്പോൾ ജി പി ഇടും, എല്ലാം ജി പി ഇടും. പക്ഷെ ക്വസ്റ്റൻ പേപ്പർ അങ്ങനെയല്ല. അങ്ങോട്ട് ചോദിക്കുന്നു എ പി ആണെന്നും പറയില്ല, ജി പി ആണെന്നും പറയില്ല. അപ്പൊ നിങ്ങൾ വെരിഫൈ ചെയ്യണം വെദർ ഇറ്റ്സ് എ പി ഓർ ഡി പി. അപ്പൊ ഏതൊരു ക്വസ്റ്റൻ കൈ കിട്ടിയാലും ചെയ്യുന്നതിന് മുമ്പ് ആക്രാന്തം കാണിക്കാൻ ചെയ്യരുത്. യു വെരിഫൈ വെദർ ഇറ്റ്സ് എ പി ഓർ ജി പി. ചെക്ക് ചെയ്യാൻ ഒരേ ഐഡിയ. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കുക, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറക്കുക. ആ ഡിഫറൻസ് നോക്കുക, അതിന്റെ വാല്യൂ നോക്കുക. അത് ഈക്വൽ ആണെങ്കിൽ എ പി, ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ജി പി. വേറെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ സിലബസിൽ. ഇതെന്താണ് ജി പി? ഇവിടെ കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ ആണ്. 2 കൊണ്ട് ഗുണിച്ച് പോവാണ്. 2 കൊണ്ട് 2നെ ഗുണിച്ചാൽ 4, 4 കൊണ്ട് 2, 4 × 2 8, 8 × 2 16, 16 × 2 32. 2 കൊണ്ട് ഗുണിച്ച് പോവാണ്. സോ വാട്ട് വി സേ ഹിയർ ഈസ് നോട്ട് കോമൺ ഡിഫറൻസ്. The term is common ratio. What is it? എഴുതി വെച്ചോ. കോമൺ റേഷ്യോ. എങ്ങനെ അത് കാണുക? 4/2 സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഓർ തേർഡ് ടേം ഡിവൈഡഡ് ബൈ സെക്കൻഡ് ടേം. ഉണ്ടാവും ഒക്കെ 2 ആൻസർ വരും. അപ്പോ എ കോമൺ റേഷ്യോനെ വിളിക്കുന്ന പേര് സ്മോൾ ലെറ്റർ ആർ എന്നാ. അപ്പൊ ഒരു ജെ പി എന്ന് വെച്ചാൽ എ കോമ എ ആർ കോമ എ ആർ സ്ക്വയർ കോമ എ ആർ ക്യൂബ് കോമ എക്സെട്ര 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 എ ആർ റൈസ് ടു എൻ. ഇതാണ് ജി പി. ഇതാണ് ഒരു ജി പി. ജോമെട്രിക് പ്രോഗ്രഷൻ. അതാണ് ജി പിയുടെ ഫുൾ ഫോം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല തോന്നുന്നു. എ പി പഠിച്ചിട്ടുള്ളൂ തോന്നുന്നു. ജോമെട്രിക് പ്രോഗ്രഷൻ. എന്റെ nth ടൈം കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചോ. വെരി സിമ്പിൾ. ടി എൻ ഇസ് ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1. ഇക്വേഷൻ അപ്ലൈ ചെയ്ത nth ടൈം കിട്ടും. ഇനി സമ്മ് കാണാനുള്ള ഇക്വേഷൻ എഴുതി വെച്ചോ. എസ് എൻ ഇസ് ഈക്വൽ ടു എ ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ്. ഇത് രണ്ടും കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. എപ്പോ? ഇഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ 1. ആർ 1-നേക്കാൾ വലുതാണെങ്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ആർ 1/2 എന്നൊക്കെ വരും. അപ്പൊ ആർ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഒന്നുമില്ല, തല തിരിച്ചിടുക. 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. കാരണം ആർ 1-നേക്കാൾ ചെറുതാണെങ്കിൽ ആറിൽ നിന്ന് 1 കുറക്കാൻ പാടില്ലല്ലോ അല്ലെ? 1-ൽ നിന്ന് 6 കുറക്കണ്ടേ? അപ്പൊ ഇഫ് ആർ ഈസ് ലെസ് ദാൻ 1. മറ്റത് ഓർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എങ്കിൽ പോലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. സോ ദിസ് ഈസ് the first equation and this is the second equation. Okay.
ഓക്കെ, ഇക്വേഷൻ ഒക്കെ എഴുതിയെടുത്താ. ഒരു ഡെമോ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. ഡെമോ ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇഫ് A, B, C are in GP, B equal to root AC ആയിരിക്കും. അതിന് ജോമെട്രിക് മീൻ എന്നാ പറയാം. ജോമെട്രിക് മീൻ GM എഴുതി വെച്ചോ. B equal to root AC അല്ലെങ്കിൽ B square equal to AC. അതായത് AP യിൽ B equal to A plus C by 2 അല്ലേ? മനസ്സിലായില്ലേ കാര്യം? AP യിൽ B equal to A plus C by 2 അല്ലേ? അപ്പൊ GP യിൽ എന്താ വരിക? അവിടെ അരിത്മെറ്റിക് മീൻ ആണ്, ഇവിടെ ജോമെട്രിക് മീൻ. B equal to root AC. എഴുതി വെച്ച ഒരു കമന്റ് എസ് അടിച്ചേ എല്ലാവരും. എഴുതി വെച്ച ഒരു കമന്റ് എസ് അടിച്ചേ. യെസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. വിച്ച് ടേം ഓഫ് ദ സീരീസ്, ശ്രദ്ധിച്ചോടാ, വിച്ച് ടേം ഓഫ് ദ സീരീസ് 2, 4, 8, 16 ഈസ് 2048? എത്രാമത്തെ പദാണ് 2048? വിച്ച് ടേം? Tn is equal to A r raised to n minus 1. Which term? 2048 is equal to A 2 ആണ്, r 2 ആണ്, n minus 1. So 2 raised to n minus 1 is equal to 2048 by 2. It is equal to 1024. 2 raised to n minus 1 is equal to 1024. എന്താ ചെയ്യാ? സോൾവ് ചെയ്യണ്ടേ? ഇങ്ങനെ ചെയ്യണ്ടേ? ഇവിടെ 2 raised to n minus 1 അല്ലേ? ഇവിടെയും 2 raised to ആക്കണം. അപ്പോ 2നെ എത്ര തവണ ഗുണിച്ചാലാണ് 1024 കിട്ടുന്നത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 2 × 2 ഈക്വൽ ടു അടിക്കുക. അപ്പൊ 2 തൊട്ടായില്ലേ? പിന്നെ ഈക്വൽ ടു അടിക്കുക. അപ്പൊ 3 തൊട്ടായി. അങ്ങനെ ഈക്വൽ ടു അടിച്ച് കൗണ്ട് ചെയ്യുന്നിട്ട് 2 raised to എത്രാമത്തെ 2 raised to പവർ ആണ് 1024 എന്ന് പറയും? വേഗം പറഞ്ഞേ. 2ന്റെ എത്രാമത്തെ പവറാണ് 1024? 2ന്റെ എത്രാമത്തെ പവറാണ് 1024? 10. ഓക്കെ, 10. അപ്പോ 2 raised to n minus 1 equal to 2 raised to 10 ആണ്. n minus 1 equal to 10 എന്ന് പറയാൻ നമുക്ക്, കാരണം 2 ഒന്നല്ലേ. അപ്പൊ n minus 1 equal to 10 ആണ്. n എത്രയാ? n is equal to 10 plus 1, 11 is the right answer. ചിലൊരു 10 ആൻസർ വരും. 10 is wrong answer. 11 is right answer. മനസ്സിലായില്ലേ? 2 raised to n minus 1 equal to 2 raised to 10 ആണെങ്കിൽ n minus 1 equal to 10 ആണ്. അപ്പൊ n equal to 11 ആണ്. I hope you understood the solution. ഇനി ഞാൻ ചില ക്വസ്റ്റ്യൻസ് കാണിക്കാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. സം ടു ഇൻഫിനിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. സം ടു ഇൻഫിനിറ്റി a divided by 1 minus r. സം ടു ഇൻഫിനിറ്റി. ഒരു രസകരമായ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തരാം. ഒരു രസകരമായ ക്വസ്റ്റ്യൻ തരാം. 1 plus 1 s equal to 1 minus 1 plus 1 minus 1 plus 1 minus 1 plus 1 etc up to infinity. What is the answer? ഒരു PSC ക്ക് വരെ ചോദിക്കാവുന്ന രസകരമായ ക്വസ്റ്റ്യൻസ് അതൊക്കെ. ഇത് എത്ര ആൻസർ ഒന്ന് പറഞ്ഞു? എത്ര ആൻസർ എന്ന് പറഞ്ഞു? 0 എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് 1 കൂട്ടിയ 1 ആയില്ലേ? 0 എന്ന് പറയാൻ പറ്റില്ല. ഇതിന് അവസാനമില്ല, എൻഡില്ല. ഇതിനൊരു അവസാനമില്ല. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിന് അവസാനം ഉണ്ടാ? 1 എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ 1 കുറച്ച 0 ആയില്ലേ? എന്താ ചെയ്യാ? അത് പ്രശ്നമായി ഇപ്പോ. ഗിവ് മീ ആൻ ആൻസർ. -1 അവസാനം ഇല്ല. അപ്പൊ സം ടു ഇൻഫിനിറ്റി. ഇതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോ. ഇതിന്റെ പ്രൂഫ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പ്രൂഫ് ഇങ്ങനെയാണ്. യഥാർത്ഥ പ്രൂഫ് ഇങ്ങനെയാണ്.
is equal to one. Yes, Ashwini, you're right. 1 ഒരു മൈനസ് പുറത്തെടുക്കുക, ഒരു മൈനസ് പുറത്തെടുക്കുക. അങ്ങനെ മൈനസ് പുറത്തെടുത്താൽ ഈ രണ്ടാമത്തെ -1 +1 ആവും, മൂന്നാമത്തെ +1 -1 ആവും. അതങ്ങനെ ആൾട്ടർനേറ്റീവ്ലി കുറഞ്ഞു ഇങ്ങനെ കൂടി ഇങ്ങനെ മാറും. S is equal to 1 മൈനസ് ഇതും എസ് എൻ അല്ലേ, ഇത് എസ് പോലെ തന്നെ അല്ലേ. ഇവിടെ എസ് കൊടുക്കുക, എസിനെ സമത്തിന്റെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ 2s ആവും. 2s equal to 1 ആവും. S is equal to 1/2 is the right answer. അല്ലെങ്കിൽ നമ്മുടെ സം ടു ഇൻഫിനിറ്റിയിൽ ഇട്ട് കൊടുക്കുക. തെറ്റാണ് ആക്ച്വലി. കാരണം ഈ സം ടു ഇൻഫിനിറ്റിയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ആർ ഷുഡ് ബി ലെസ് ദാൻ 0യുടെയും 1ന്റെയും താഴെ ആവണം ഒരു കണ്ടീഷൻ ഉണ്ട് ഇതിന്. ആ കണ്ടീഷൻ ഇവിടെ തെറ്റും എങ്കിൽ പോലും ഇതിൽ ഇട്ട് കൊടുത്താൽ കിട്ടും. ഇത് GP ആണ്. ഫസ്റ്റ് ടേം 1ഉം സെക്കൻഡ് ടേം GP -1 ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് -1 അവിടെ. ഇവിടെ ഫസ്റ്റ് ടേം 1 6 കിട്ടണമെങ്കിൽ -1 ഡിവൈഡഡ് ബൈ 1 -1 ആണ്. അപ്പൊ എന്താ 1 മൈനസ് കോമൺ ഡിഫറൻസ് എന്താ -1. 1 മൈനസ് -1 is equal to 1/1 + 1 is equal to 1/2 is the right answer. ഇങ്ങനെയും കാണാം, ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് റോങ്. ഇത് യഥാർത്ഥ രൂപമല്ല. യഥാർത്ഥ രൂപം ഇതാണ്. ദിസ് ആക്ച്വൽ രൂപം. എങ്കിൽ പോലും പലപ്പോഴും ആ ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യാറ്, പലപ്പോഴും ഒരു എക്സംഷൻ ആക്കി. സോ സം ടു ഇൻഫിനിറ്റി, അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? എഴുതിയെടുത്തോ. അങ്ങനെയാണ് ഞാൻ സിമിലർ ക്വസ്റ്റ്യൻ തരാം. ഇനി നിങ്ങൾ ചെയ്തിട്ട് ഡൗട്ട് ചോദിക്കുകയാണ് വേണ്ടേ? ശരി, ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടെന്ന് പറയാം, അതൊഴികെയുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. അതാ ഇനി എളുപ്പം. ചില ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണ്ടെന്ന് പറയും, അതൊഴികെയുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്തേ പറ്റും. ഓക്കെ, ഞാൻ ചെയ്യണ്ട എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 1 മുതൽ ഇങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്തോളൂ. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ചെയ്യണ്ടെന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻ കാണാനില്ല. സോ ഡു ഓൾ ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. ഇതൊന്നും ചെയ്യണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ചെയ്യണ്ട, അതൊക്കെ പിന്നെ പറഞ്ഞതാ. ഇതൊന്നും ഇപ്പൊ ചെയ്യണ്ട. ബാക്കിയെല്ലാം ചെയ്യാൻ നോക്കും. ഓൾ ക്വസ്റ്റ്യൻസ് യു ക്യാൻ. ചെയ്യോ? പ്ലീസ് റെസ്പോണ്ട്. ആർ യു റെഡി? ഒബ്ജക്റ്റീവ് ചെയ്തോ. ഇനി ബുക്കിലെ മൊത്തം ചെയ്തോ. ഇപ്പൊ ബുക്ക് കൺസെപ്റ്റ് മൊത്തം കിട്ടി ചാപ്റ്റർ. എന്ത് ചെയ്യാൻ നോക്കും, നിങ്ങളുടെ ഇഷ്ടം. ഒബ്ജക്റ്റീവ് ചെയ്യണം മൊത്തം. ഓക്കെ, ഒബ്ജക്റ്റീവ് ആണെങ്കിലും സംശയമില്ല. ബുക്ക് മൊത്തം ചെയ്യാം. ദാറ്റ്സ് മൈ പോയിന്റ്. ഓക്കെ, ബുക്ക് മൊത്തം എന്ന് പറയുമ്പോൾ ഓരോന്ന് ചെയ്തോ. സം ഒരെണ്ണം ചെയ്ത് കാണിച്ചാ. അപ്പൊ സം ചെയ്ത് കാണിച്ചില്ലല്ലേ? ആണ് ഈ സം കഴിഞ്ഞ ആഴ്ചയിൽ ഒരാൾ പറഞ്ഞിരുന്നല്ലോ, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്ന ഹോംവർക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. ഈ സം ഒരു എണ്ണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരില്ലേ? അപ്പോ സം ഒരെണ്ണം വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. നോ ഇഷ്യൂ. സമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാ നോക്കട്ടെ, ഞാൻ ചെയ്ത് കാണിക്കാം. സം ഉണ്ടോ? സം ഉണ്ട് ഇവിടെ. സം ടു 8 ടേംസ് കണ്ട. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ഫൈൻഡ് ദ സം ഓഫ് 1 + 2 + 1 പ്ലസ് ആട്ടോ, അവര് തെറ്റ് എഴുതിയതാണ്. 1 + 2 + 4 + 8 + up to 8 terms. Sn is equal to a into r raised to n minus 1 divided by r minus 1. a എത്രയാ? a1. r എത്രയാ?
ഇൻഫിനിറ്റി ഇക്വേഷൻ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം, കുറച്ച് കാണിച്ചു തരാം. ആർ ഈക്വൽ ടു അല്ല, അവിടെ ഇൻഫിനിറ്റി ഇക്വേഷൻ അല്ല, 8 വരെയല്ലേ കാണുള്ളൂ. 8 വരെ കാണുന്നതിന് ഇൻഫിനിറ്റി ഇക്വേഷൻ. ആർ ഈക്വൽ ടു 2. അപ്പൊ എന്ത് വരും? 1 ഇൻറ്റു 2⁻8 പതല്ലേ ഉണ്ട്, 2⁸ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 2⁸ എത്രയാടോ? താഴെ 1 വരും. 2⁸ എത്രയാ? 2⁸ എത്രയാ? വേഗം പറഞ്ഞേ. 2⁸ എത്രയാ? Give me an answer first. 2⁸ 8. 2 2 4 4 2 8. 2⁸ 8 എടോ 2⁸ 8 ആണോ? 2⁸ എങ്ങനെ 8 ആണോ? 2 2 4 256 ആണോ? കളിക്കുക. 256 മൈനസ് 1 ഇസ് 255. The right answer is 255. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. സം ടു ഇൻഫിനിറ്റഡ് ഇക്വേഷൻ. 1 മിനിറ്റ്, സ്ക്രീന് പോയിട്ടുണ്ട്, ഇപ്പൊ വരും കേട്ടോ. ഓ, സ്ക്രീൻ ലോഡായിട്ട് സ്ക്രീൻ പോയതാണ്. 1 ടു ഇൻഫിനിറ്റി ഇക്വേഷൻ അവിടെ എഴുതിയില്ലേ? എ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ എസ് സം ടു എസ് ഇൻഫിനിറ്റി നടത്തണ്ടേ? അവിടെ എസ് എന്ന് എഴുതരുത്. ചിലപ്പോൾ ഞാൻ എസ് എന്ന് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എസ് എന്നല്ല എഴുതി അല്ലേ? സം ടു ഇൻഫിനിറ്റിയിൽ എസ് എൻ അല്ല, എസ് ഇൻഫിനിറ്റി എന്ന് എഴുതണം കേട്ടോ. എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എല്ലാവർക്കും ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. നമ്മുടെ എക്സാം, മോഡൽ എക്സാംസ് തുടങ്ങാൻ പോവാം. മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാത്ത് കാണിച്ചു. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ പറയുള്ളൂ. നമ്മൾ നിങ്ങളെ കൊണ്ട് എക്സാംസ് എഴുതിപ്പിക്കാൻ പോവാണ് ഇനി അങ്ങോട്ട്. ഓക്കെ, എക്സാംസ് എഴുതിപ്പിക്കാൻ പോകും, വ്യത്യസ്തമായ എക്സാമുകൾ. അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു. ആരെങ്കിലുമൊക്കെ എക്സിറ്റ് ആയിട്ട് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ കൂടെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എസ് ഇൻഫിനിറ്റി അല്ലേ ഹബീബ് റഹ്മാൻ? അപ്പൊ കാണിച്ചത് ഹബീബ് എസ് ഇൻഫിനിറ്റിയുടെ ഇക്വേഷൻ കണ്ടോ? ഇവിടെ ഉണ്ടല്ലോ, ഇതാ എടുക്കണം. ഹബീബ് എ ബൈ 1 മൈനസ് ആർ ഇതാ എടുക്കണം. ഞാൻ എസ് ഇൻഫിനിറ്റി എഴുതി. ഹബീബ് ഓക്കെ അല്ലേ? ഇക്വേഷൻ ഓക്കെ അല്ലേ? ഹബീബ് മുഹമ്മദ് അല്ലേ? ഹബീബ് മുഹമ്മദ്, ഇക്വേഷൻ ഓക്കെ അല്ലേ? ജസ്റ്റ് എ ബൈ 1 മൈനസ് ആർ. ഓക്കെ, എഴുതിയെടുത്തോ, ഞാൻ മുന്നോട്ട് പോട്ടെ. എഴുതിയെടുത്തോ? യെസ് ഓർ നോ? ക്യാൻ ഐ പ്രൊസീഡ്? ഹബീബാണ് പറയേണ്ടത്. ഹബീബ് എഴുതിയെന്ന് വിചാരിക്കും. അതായത് നിങ്ങളുടെ ക്രോമിന്റെ ബ്രൗസറിൽ പോയിട്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് തരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. ICMAI ഈ ലിങ്കൊക്കെ നിങ്ങൾക്ക് തരും. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ കയറുക, സ്റ്റുഡൻസിൽ പോവുക, സ്റ്റുഡൻസിൽ പോവുക, സ്റ്റുഡൻസിൽ DOSൽ പോവുക. DOSൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ഞാൻ ഒന്നുകൂടെ ബാക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് കാണാം. ഈ വിൻഡോയിൽ കാണാം മോക്ക് ടെസ്റ്റ് സ്റ്റുഡൻസ് കാണാൻ ലാസ്റ്റ് സാധനം ടച്ച് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പോർട്ടൽ ഉണ്ടാ. ഈ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് പോർട്ടൽ ടെസ്റ്റ് ചെയ്യാം. ഒരാളൊന്ന് രജിസ്റ്റർ നമ്പർ കമന്റ് ചെയ്തേ. ജോയലിന്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞു. കാണാതെ അറിയുന്ന ഒരാളൊന്ന് രജിസ്റ്റർ നമ്പർ കമന്റ് ചെയ്തേ. പുതിയ കുട്ടികൾ പഴയ പുതിയ പ്രശ്നമില്ല. കാണാതെ അറിയുന്ന ഒരാൾ ഒന്ന് രജിസ്ട്രേഷൻ നമ്പർ കമന്റ് ചെയ്തേ. SF 2021 തന്നിട്ടില്ലേ നിങ്ങൾക്ക്?
ആർക്കും തന്നിട്ടില്ലേ രജിസ്റ്റർ നമ്പർ? SF20 എന്ത് തെറ്റുണ്ടല്ലോ? 201 ആണോ? 2021 വരുമല്ലോ. ലക്ഷ്മി പ്രിയ രാജൻ അങ്ങനെ വരുള്ളൂ. 20 ലക്ഷ്മി പ്രിയ രാജന്റെ പഴയ നമ്പർ ആയതുകൊണ്ട് ഓക്കെ. 2021 2021 ഉള്ളതിന്റെ 1077 2021 077 633. കോഴ്സ് ടൈപ്പ് നമ്മൾ ഫൗണ്ടേഷൻ ആണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഇമേജ് കൊടുക്കുക. ഗ്യാപ്സ് ലോക്കിലാണ് JDHDV ലോഗിൻ ചെയ്യുക. ഇൻവാലിഡ് രജിസ്ട്രേഷൻ നമ്പർ എന്നാ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പഴയ നമ്പർ പറഞ്ഞേ. കമന്റിൽ ഒരാൾ ഒരു പഴയ നമ്പർ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ എക്സാം ഫീസ് അടച്ചിട്ട് നിങ്ങൾക്കുള്ള ടേം ഓപ്പൺ ആയിട്ടില്ല. അതാ സംഭവം. ഓപ്പൺ ആവാൻ പോകണല്ലോ. ഓപ്പൺ ആയാലാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. പിന്നെ നല്ല രസമാണ്. എന്നും എക്സാം ആവുന്നു. അപ്പൊ തന്നെ റിസൾട്ട് പറയും. നിങ്ങൾ റിസൾട്ടിന് വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ല രസമാണ്. പഴയ കുട്ടികൾക്ക് അറിയാതെ അവരതുകൊണ്ടൊക്കെയാണ് കുറെ പേര് പാസ്സായത്. എക്സാംസ് എഴുതിയത് അത് വളരെ ഉപകാരപ്പെട്ടു. അതുപോലെ നിങ്ങൾക്കും ഞങ്ങൾ എഴുതിക്കും. ഓക്കെ. വിൻഡോ ഓപ്പൺ ആവാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. സെർവർ കനോട്ട് ബി ഫൗണ്ട്. അപ്പൊ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഇവിടെ പോയിട്ട് എക്സാംസ് എഴുതാണ്ട്. അപ്പൊ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയി അത് അന്ന് മുതൽ ഞാൻ എഴുതിച്ചു തുടങ്ങും കേട്ടോ. ഇറ്റ്സ് നോട്ട് ഓപ്പൺ. ഓക്കെ. അപ്പൊ GP മൊത്തം ചെയ്തോളൂല്ലേ? ഡു ഇറ്റ് ആൻഡ് കീപ് യുവർ ഡൗട്ട്സ് ആൾവേസ്. ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റിയ പ്രശ്നമില്ല. ബട്ട് കീപ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എക്സാമിന് നന്നായി ഹെൽപ്പ് ചെയ്യും. എക്സാമിന് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾക്ക് നല്ല പേടിയുണ്ടാവും മാത്സ് ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് സ്വയം ചെയ്യാനുള്ള എബിലിറ്റി നന്നായി കയറി വരണം. ഓക്കെ. സം കണ്ടത് വേണം അല്ലേ? സം കണ്ടത് നമ്മള് സം കണ്ടത് ഇവിടെ അല്ലേ? സം കണ്ടത് ഈ ക്വസ്റ്റ്യനാ ചെയ്തത്. 5ാമത്തെ ക്വസ്റ്റ്യനാ ചെയ്തത്. ഓക്കെ. അപ്പൊ സി യു നെക്സ്റ്റ് ക്ലാസ്. ചെയ്യൂ, നന്നായി വർക്ക്ഔട്ട് ചെയ്യൂ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നവർ അതിന്റെ സസ്പെൻസ് കുറയും. ഇമെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഒന്ന് കാണിച്ചു തരുമോ? വെരി ഗുഡ്. കാണിച്ചു തരാം. ഇത് എഴുതിയെടുത്തോ നമ്മുടെ സമത്? ആരപ്പോ ചോദിച്ചേ? സൽമാൻ എഴുതിയെടുത്തോ സമ കാണിച്ചത്? ഓക്കെ. അങ്ങനെയാണ് സൽമാൻ ഇവർ ചോദിച്ച ഡൗട്ടുകൾ. ഒന്നാമതായിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. മക്കളെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വേണോ? നിങ്ങൾ സ്വന്തമായും പഠിക്കുന്നവരാണോ? എങ്കിൽ ഇതേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. MCQ കണ്ടാ? MCQ ഉണ്ട്. MCQ ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ ചോദിക്കുക ഏതിന്റെ MCQ വേണ്ടത്. നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുക. ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽസ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിക്. എത്ര ക്വസ്റ്റ്യൻ അയച്ചിട്ട് MCQ ഇതാ ഞാൻ ഇട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടുണ്ട്. ഞാൻ പെടപെടേന്ന് ക്വസ്റ്റ്യൻ അല്ലേ. AP GP ഇങ്ങനെ കളിക്കല്ലേ ഇവിടെ കിടന്നിട്ട്. റേഷ്യോ AP GP കണ്ട AP ക്വസ്റ്റ്യൻ നോക്കിയേ. കണ്ട എക്സ്മാൻ ഇത് ഫുള്ള് ചെയ്യണം കേട്ടോ. ഫുള്ള് ഞാൻ ചെയ്യിപ്പിക്കും നിങ്ങൾക്ക്. ഇന്നുകൊണ്ട് പേടിക്കണം. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് അറിയോ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? കണ്ടമാനുണ്ട്. 71 ക്വസ്റ്റ്യൻ ഉണ്ട് സ്റ്റാറ്റിന് മാത്സിന്. ഓക്കെ. MCQs നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തോളൂ. വളരെ ഉപകാരപ്പെടും. എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും MCQs കേട്ടാ. സമയത്ത് വളരെയധികം നന്നായി ഉപകാരപ്പെടുന്ന ഏരിയ ആയിരിക്കും. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞത് മറ്റേ ഇമെയിൽ ID ലിങ്ക് ഇടാം ജോയൽ. ഓക്കെ. ഇനി എക്സാമിനേഷനിൽ പോവാ. ഓൺലൈൻ എക്സാം അപ്ലിക്കേഷൻ ഫോമിൽ പോവാ. എങ്ങനെയാണ് മെയിൽ ID തിരുത്തേണ്ടത്? ഓൺലൈൻ എക്സാം അപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുക. ഫൗണ്ടേഷൻ കൊടുക്കുക. ക്ലിക്ക് അടിക്കുക. എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരത്തെ തന്ന ഒരാളുടെ ഞാൻ അടിക്കുക. നേരത്തെ ആരെ തന്നെ SF2021 ജോയൽ അതാണ്. ഇപ്പൊ ജോയലിന്റെ ഞാനൊന്ന് അടിക്കുക. SF2021 077 633. ഞാൻ അകത്ത് കയറി എന്നോട് ചോദിച്ചു, ജോയൽ ഓൾറെഡി ഫീസ് അടച്ചിരിക്കുന്നു. യു ആർ ഓൾറെഡി അപ്ലൈഡ് ജോയൽ. എഡിറ്റ് ചെയ്യണോ എന്നോട്. അപ്പൊ ഞാൻ അടിച്ചു. എനിക്ക് എഡിറ്റ് ചെയ്യണം. അപ്പൊ പറയാ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് പറയാം. ജോയലെ പറയും മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ്.
ജോയൽ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് പറയും, 4 ഡിജിറ്റ്. അല്ലെ വേണ്ട, അത് ജോയലിന്റെ പ്രൈവറ്റ് ആയ കാര്യമില്ലേ. ജോയൽ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ആരും കാണണ്ട, പബ്ലിക് ആയിട്ട് അയക്കണ്ട, പ്രൈവറ്റ് ആയിട്ട് അയക്കണം. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയി. ജോലി കേൾക്കുന്നില്ലേ? ജോലി പോയാ? ഇല്ല, ജോലി ഇവിടെ ഉണ്ട്. ജോയൽ കേൾക്കുന്നുണ്ടോ? ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. എന്റെ ലാസ്റ്റ് 4 digits of your mobile number and your date of birth. ജോയൽ come on. സിനാൻ പറയുന്നു. ഇല്ല സിനാൻ, ഇനി അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. ഈ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച് ആപ്ലിക്കേഷനിൽ പോകും. ആപ്ലിക്കേഷനിൽ പോയിട്ട് വേണ്ട തിരുത്താം, പേരൊന്നും തിരുത്താൻ പറ്റില്ല, മെയിൽ ഐ ഡി തിരുത്താൻ സബ്മിറ്റ് ചെയ്യോ, അത്രേ ഉള്ളൂ. സിനാന് ഫർദർ ഡൗട്ട് ഉണ്ടോ? സിനാന് ഫർദർ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ല. അപ്പൊ നന്നായി ഇത് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ see you next class. Thank you. Okay. Okay, thank you all.